വിശുദ്ധ കുമ്പസാരത്തിൽ പാപം ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരോടുള്ള മനോഭാവമാണ് അവിടെ പറയുന്നത്. അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുക പോലുമില്ല. ശരിയാ, ചെയ്തത് അനീതിയാ, തെറ്റാണ്, ഏറ്റവും ഗൗരവമായ തെറ്റാണ്. ഒരു കുഞ്ഞിനെ കൊല്ലുക, അതൊരു കൊലപാതകമാണ്. അത് അനീതിയാണെങ്കിലും കാരുണ്യവാനായ ദൈവത്തിനു മുമ്പിൽ വിശുദ്ധ കുമ്പസാരത്തിൽ അത് ഏറ്റുപറയുമ്പോൾ കാരുണ്യവാനായ ദൈവം അത് പരിപൂർണമായി അവരോട് ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുക പോലുമില്ല. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ മനോഭാവം. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവസഹായത്താൽ മേലിൽ ആ പ്രവൃത്തി ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞയിൽ അതിനുള്ള പരിഹാര പ്രവൃത്തികളോടെ ജീവിക്കുകയാണ് വേണ്ടത്. അതിനു പകരം കുറ്റബോധവും നിരാശയുമായി കഴിയുന്നത് ഒട്ടും ഭൂഷണമായ കാര്യം